മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയി എന്ന പേര് ഇന്ന് മലപ്പുറം ജില്ലാ കോൺഗ്രസിന്റെ തിളങ്ങുന്ന സൂര്യ തേജസ്സാണ്. കാരണം മറ്റൊന്നുമല്ല, യുവത്വത്തിന്റെ പ്രസരിപ്പോടെ ജില്ലയൊട്ടാകെ ഓടി നടന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും പ്രവർത്തകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് മലപ്പുറത്തിന്റെ പ്രിയങ്കരനായി മാറിയ കോൺഗ്രസ്കാരനാണ് VS ജോയി. പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ട് തന്നെ ദേശീയ സംസ്ഥാന നേതൃത്വത്തിന്റെ മുക്തകണ്ഠ പ്രശംസ പിടിച്ചുപറ്റിയ അദ്ദേഹത്തിന്റെ നിതാന്ത ജാഗ്രത കൂടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. സർക്കാരിനെ വെട്ടിലാക്കി രാജിവെച്ചതിന് പിന്നാലെ PV അൻവർ ജോയിയെ മുൻനിർത്തി വിലപേശാൻ ഇറങ്ങിയപ്പോൾ പാർട്ടിക്കൊപ്പം നിന്ന് ജോയി തന്റെ നിലപാട് വ്യക്തമാക്കിയതോടെ അൻവർ ജോയിക്കെതിരെയും തിരിഞ്ഞു. അതിനെയൊക്കെ തികഞ്ഞ പക്വതയോടെ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ DCC പ്രസിഡന്റിനെയാണ് നമ്മൾ അവിടെ കണ്ടത്. തികഞ്ഞ ഉത്ബോധത്തോടെ ആരോപണങ്ങളെയും വിവാദങ്ങളെയും ജോയി നേരിടുകയായിരുന്നു. അനാവശ്യ പ്രസ്താവനകളില്ലാതെ വിവാദങ്ങളിൽ തലപുകയ്ക്കാതെ ഒരു തികഞ്ഞ നേതാവിന്റെ നീക്കമായിരുന്നു മലപ്പുറം DCC പ്രസിഡന്റ് ജോയിയിൽ നിന്നും കണ്ടത്. എരുമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ജോയിയുടെ പ്രാഥമിക പഠനകാലം. അന്നേ പ്രസംഗത്തിൽ മിടുക്കനായ ജോയി 10ാം തരത്തിൽ സ്കൂൾ ലീഡറായി നേതൃപദവിയുടെ തുടക്കം കുറിച്ചു. നല്ല വായനാശീലമുള്ള ജോയിയുടെ പ്രാസമൊപ്പിച്ചുള്ള പ്രസംഗ ശൈലി കോൺഗ്രസ് വേദികളിലൊക്കെ മുഖ്യ പ്രാസംഗികരിൽ ഒരാളായി ജോയിയെ മാറ്റുകയായിരുന്നു. കോഴിക്കോട് ലോ കോളേജിലെ പഠനകാലമാണ് ജോയിയെ ഒരു കറകളഞ്ഞ ഇന്നത്തെ കോൺഗ്രസ്സുകാരനായി വാർത്തെടുത്തത്. KSU യൂണിറ്റ് സെക്രട്ടറി, ജില്ലാ വൈസ് പ്രസിഡന്റ്, അങ്ങനെ അതിവേഗം ജോയി തൻ്റെ പടികൾ ചവിട്ടിക്കയറി. ലോ കോളേജിലും നാട്ടിലുമായി പാർട്ടിയിൽ സജീവമായ ജോയിയുടെ ടേണിംഗ് പോയിന്റ് 2029 സംഘടനാ തിരഞ്ഞെടുപ്പായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ മേൽനോട്ടത്തിൽ നടന്ന ആ തിരഞ്ഞെടുപ്പിൽ ജോയി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പിന്നീട് KSU പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയായിരുന്നു. തൻ്റെ വേറിട്ട വഴികളിലൂടെ സ്വതന്ത്രനായാണ് ജോയി ഈ സ്ഥാനമാനങ്ങളൊക്കെ നേടിയത്. വ്യത്യസ്ത പ്രവർത്തന ശൈലിയും വാക്ചാതുര്യവും തികഞ്ഞ അച്ചടക്കവും ജോയിയുടെ ഉയർച്ചയ്ക്ക് എന്നും മുതൽക്കൂട്ടായിട്ടുണ്ട്. തൻ്റെ പഞ്ചായത്തായ പോത്തുകൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്. ആര്യാടൻ മുഹമ്മദിനെയും മുൻ DCC പ്രസിഡന്റ് VV പ്രകാശിനെയും റോൾ മോഡലായി കണ്ടായിരുന്നു ജോയിയുടെ പ്രവർത്തനങ്ങളൊക്കെയും. KSU പ്രസിഡന്റായിരിക്കെ ലഹരിമുക്ത, അക്രമരഹിത, മതേതര ക്യാമ്പസ് എന്ന മുദ്രാവാക്യമുയർത്തി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തിയ പദയാത്രയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. 5 വർഷം നീണ്ട പ്രസിഡന്റ് കാലം KSUവിൻ്റെ ഏറ്റവും നല്ല കാലമായിരുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ആ KSU പ്രവർത്തന കാലമാണ് DCC പ്രസിഡന്റ് എന്ന പദവിയിലേക്ക് ജോയിയെ പടുത്തുയർത്തിയത്. ജിഷ്ണു പ്രണോയ് എന്ന വിദ്യാർത്ഥിയുടെ മരണത്തിന് പിന്നാലെ നടന്ന KSU സമരം മുന്നിൽ നിന്നും നയിച്ച ജോയിയുടെ ധീരതയും KSU സംഘടനയുടെ ശക്തിയും കണ്ട കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധ ജോയിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. അങ്ങനെയാണ് കേരളത്തിലെ ഏറ്റവും ശക്തനായ CPM നേതാവ് VS അച്യുതാനന്ദനെതിരെ മത്സരിക്കാൻ ജോയി നിയോഗിക്കപ്പെടുന്നതും. KSUവിൽ നിന്ന് KPCCയിലേക്ക് ഡബിൾ പ്രമോഷനായിരുന്നു ജോയിക്ക് കിട്ടിയത്. KPCC സംഘടനയ്ക്ക് യുവത്വം നൽകുക എന്ന രാഹുൽ ഗാന്ധിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് KPCC ജനറൽ സെക്രട്ടറി എന്ന പദവിയിലേക്ക് കൂടി ജോയി നിയോഗിക്കപ്പെട്ടത്. തൻ്റെ പോത്തുകൽ പഞ്ചായത്തിൽ കോൺഗ്രസ് കമ്മിറ്റിക്ക് കീഴിൽ ജയ് ഹിന്ദ് ആർമി എന്ന പേരിൽ ഒരു സന്നദ്ധ സംഘത്തെ രൂപപ്പെടുത്തിയെടുത്തു. അതുപോലെ സർവസജ്ജരായ സന്നദ്ധ സേവകരുടെ ഒരു കൂട്ടായ്മയെങ്കിലും ഓരോ പഞ്ചായത്തിലും വാർത്തെടുക്കുകയാണ് ലക്ഷ്യം എന്ന് ജോയി പറയുകയുണ്ടായി. മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ക്രോഡീകരിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കാനാണ് ജോയിയുടെ ഇപ്പോഴത്തെ ശ്രമം. ആദർശത്തിനൊപ്പം കാരുണ്യ സേവന പ്രവർത്തനങ്ങൾ കൂടി അടങ്ങുന്നതാണ് പുതിയ കാലത്തിലെ രാഷ്ട്രീയമെന്നാണ് ജോയി പറയുന്നത്. നോക്കി നിന്നുള്ള അഭിപ്രായമല്ല, രാഷ്ട്രീയത്തിൽ ക്രിയാത്മകമായ ഇടപെടലുകൾക്ക് യുവതലമുറ തയ്യാറാകണം എന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പ്രവർത്തകർക്ക് മുന്നിൽ നിന്നും അദ്ദേഹം നയിക്കുന്നത്. ഈ സംഘടനാ പ്രവർത്തന മികവ് തന്നെയാണ് ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പ്രകടമായതും. ഇതാ ഇപ്പോൾ ആ മികവിനുള്ള അംഗീകാരമായി KC വേണുഗോപാൽ അടക്കമുള്ള ദേശീയ നേതാക്കൾ ജോയിയെ അഭിനന്ദിച്ചിരിക്കുകയാണ്. ജോയി ഫുൾ ടെക്നിക്ക് കൊണ്ട് ജോയി എന്നും നാട്ടിൽ നിറഞ്ഞു തന്നെ നിൽക്കുന്നതും കാണാം നമുക്ക്. സുഹൃത്ത് വലയത്തിലാകുന്നവരോടെല്ലാം ജോയി അവരുടെ ജന്മദിനം ചോദിക്കുകയും അത് മൊബൈലിൽ ഫീഡ് ചെയ്യുകയും ആ ജന്മദിനത്തിന് മറക്കാതെ
ആ സുഹൃത്തിനെ തേടി ജോയിയുടെ സന്ദേശം എത്തുകയും ചെയ്യും. ഇതിനെയാണ് ജോയി ഫുൾ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇതാണ് VS ജോയി എന്ന യുവനേതാവിൻ്റെ കരുത്തും ജോയിയുടെ ഉയർച്ചയുടെ കാരണവും. ഇതുപോലുള്ള നേതാക്കളുടെ കടന്നുവരവാണ് ജനം പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദം നിലനിർത്തുകയും രാഷ്ട്രീയപരമായി ആദർശത്തിൻ്റെ തണലിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയും ചെയ്ത ജോയി എപ്പോഴും കോൺഗ്രസിൽ തിളങ്ങുന്ന സൂര്യനായി നിലനിൽക്കട്ടെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.